വൃക്ഷവും യാത്രികരും. ഒരിക്കൽ വരണ്ട ഭൂമിയുടെ നടുവിൽ വിശാലമായ തുമ്പിക്കൈയും എണ്ണമറ്റ ശാഖകളുമുള്ള ഒരു വലിയ വൃക്ഷം ഉണ്ടായിരുന്നു. ഈ മരം നൂറുകണക്കിന് യാത്രക്കാർക്ക് വിശ്രമവും പാർപ്പിടവും നൽകി. 4 പട്ടണങ്ങൾക്കും നിരവധി ഗ്രാമങ്ങൾക്കും സമീപം സ്ഥിതി ചെയ്യുന്ന ഈ വൃക്ഷം യാത്രക്കാർക്ക് അനുയോജ്യമായ ഒത്തുചേരൽ സ്ഥലമായിരുന്നു. ഒരു ദിവസം 2 യാത്രക്കാർ നീണ്ട നടത്തത്തിനു ശേഷം മരത്തിലെത്തി. അവരുടെ ലക്ഷ്യസ്ഥാനം അടുത്തുള്ള പട്ടണങ്ങളിലൊന്നായിരുന്നു. ചൂടുള്ളതും വെയിലുള്ളതുമായ ദിവസമായിരുന്നു അത്. മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ യാത്രക്കാർ വളരെ സന്തുഷ്ടരായിരുന്നു. ക്ഷീണിതരായ അവർ മരച്ചുവട്ടിൽ വീണു. തണുത്ത തണലും ഇളം കാറ്റും ആസ്വദിച്ച് അവർ കുറച്ചു നേരം ഉറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ യാത്രക്കാരിലൊരാൾക്ക് വിശന്നു. അവരുടെ പക്കൽ ഭക്ഷണമുണ്ടായിരുന്നില്ല. വിശക്കുന്ന യാത്രക്കാരൻ എന്തെങ്കിലും ഫലമുണ്ടോ എന്നറിയാൻ മരത്തിലേക്ക് നോക്കി. ഒന്നും കാണാതെ അയാൾ ആ വൃക്ഷത്തെ ശപിക്കാൻ തുടങ്ങി. "ഓ, ഇതൊരു ഉപയോഗശൂന്യമായ വൃക്ഷമാണ്. ഞങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ഇതിന് ഒന്നുമില്ല. ഒരു പഴമോ അണ്ടിപ്പരിപ്പോ പോലുമില്ല. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല." മറ്റേ യാത്രക്കാരൻ അവനെ ആശ്വസിപ്പിക്കുകയും ശാന്തനായിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും വിശക്കുന്ന മനുഷ്യൻ മരത്തെ ശപിക്കുന്നത് തുടരുന്നു. യാത്രക്കാരന്റെ ശപിക്കുന്ന വാക്കുകൾ സഹിക്കാൻ കഴിയാത്ത വൃക്ഷം സങ്കടകരവും ശക്തവുമായ സ്വരത്തിൽ പറഞ്ഞു, "നിങ്ങൾക്ക് എന്നോട് ഇത്ര നന്ദികേട് കാണിക്കാൻ കഴിയില്ല. ചൂടുള്ളതും വരണ്ടതുമായ വെയിലിൽ നിങ്ങൾ ഇവിടെ എത്തിയപ്പോൾ നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. ശാന്തമായ കാറ്റിനൊപ്പം വിശ്രമിക്കാനും ഉറങ്ങാനും ഞാൻ നിങ്ങൾക്ക് തണുത്തതും സുഖകരവുമായ ഒരു സ്ഥലം വാഗ്ദാനം ചെയ്തു. ഞാനിവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ മരിച്ചേനെ. വെയിലിൽ നിന്ന് ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചു. പക്ഷേ നിങ്ങൾ എന്നെ അപമാനിക്കുന്നു." യാത്രക്കാരൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി മരത്തോട് ക്ഷമാപണം നടത്തി. "നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുക.